മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അനുമോളും ശൈത്യയും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് അനുമോളും ശൈത്യയും തമ്മിൽ നല്ല ബോണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പക്ഷേ ശൈത്യ എവിക്റ്റ് ആകുന്നതിന് 1-2 ആഴ്ച മുമ്പ് തൊട്ട് ശൈത്യയും അനുമോളും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലായിരുന്നില്ല. രണ്ടുപേരും ശത്രുക്കളെ പോലെയായിരുന്നു. വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ശൈത്യയ്ക്ക് അവരൊരു പേര് കൊടുത്തിരുന്നു, കട്ടപ്പ എന്ന്. ഇപ്പോൾ ശൈത്യ അനുമോളോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് എന്നെ അന്ന് കട്ടപ്പ എന്ന് വിളിച്ചത്? എന്ത് ബേസിസിലാണ് നീ എന്നെ അങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നത്, ഇവിടെ ആരെയോ കട്ടപ്പ എന്ന് പറഞ്ഞു, നിന്നെയാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, അത് ആരോ അല്ല, വൈൽഡ് കാർഡുകളാണ്, ജിഷിനാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത്. പക്ഷെ നീ എന്തിൻ്റെ ബേസിസിലാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത്? അപ്പോൾ അനുമോള് പറയുന്നത്, പുറത്തുനിന്ന് വന്ന 1-2 പേര് എന്നോട് പറഞ്ഞു, നിന്നെ വിശ്വസിക്കരുത്, നീ പിന്നിൽ നിന്നും കുത്തുന്നുണ്ട്, നീ കട്ടപ്പയാന്നൊക്കെ. 1-2 പേര് പറയുമ്പോൾ നമ്മൾ ശരിയായിരിക്കുമല്ലോ, അത് വിശ്വസിക്കുമല്ലോ. അപ്പോൾ ശൈത്യ ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസം നീ എൻ്റെ കൂടെ നിന്നപ്പോൾ അപ്പോൾ എന്തായിരുന്നു? ചിലപ്പോൾ അത് പുറത്തുനിന്ന് വന്നവരുടെ ഗെയിം ആണെങ്കിലോ, നമ്മുടെ ബോണ്ട് തകർക്കാൻ വേണ്ടിയുള്ള അവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നെങ്കിലോ? അതെന്താ നീ അങ്ങനെ ആലോചിക്കാത്തതെന്ന് ശൈത്യ ചോദിക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നത്, ആ സമയത്താണ് ഞാൻ ജയിലിൽ പോയത്, ആ സമയത്ത് നീ അക്ബറിൻ്റെ ടീമിലേക്ക് പോയി, ഞാൻ വിളിച്ചാൽ നീ വരില്ല, ആ സമയത്ത് നീ ആരിൻ്റെയും ജിസൈലിൻ്റെയും റെനയുടെ കൂടെയൊക്കെ ഹൊറർ സ്റ്റോറി കേൾക്കാൻ വേണ്ടി പോയി, പിന്നീട് പലതവണയും നീ അവരുടെ കൂടെ പോയി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പുറത്തുനിന്ന് വന്നവർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതി. അപ്പോൾ ശൈത്യ ചോദിക്കുന്നുണ്ട്, അവരുടെ കൂടെ പോയി ഇരുന്നു എന്ന് കരുതി ഞാൻ എങ്ങനെയാണ് നിന്നെ കുത്തുന്നത്? ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയാൻ കാരണം എന്താണ്? നീ ഓവർ തിങ്ക് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്, നീ റീസൺ എന്നൊക്കെ ശൈത്യ അനുമോളോട് ചോദിക്കുന്നു. പക്ഷെ അനുമോളും, അപ്പോൾ നീ ബെഡ് മാറി കിടന്നില്ലേ, നീ ഹൊറർ സ്റ്റോറി കേൾക്കാൻ പോയില്ലേ, നീ അവരുടെ ഗ്യാങ്ങിൽ പോയില്ലേ, നീ അക്ബറിൻ്റെ കൂടെ ആയിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ആദിലയും നൂറയും ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ നീ ഇവളെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറ അനുമോൾ എന്ന് പറയുമ്പോൾ അനുമോള് മിണ്ടാതിരിക്കുകയാണ്. ഉടനെ നൂറ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നീ അന്ന് എന്നോട് പറഞ്ഞല്ലോ ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ട്, പക്ഷേ അതിവിടെ പറയാൻ പറ്റില്ല, പുറത്തിറങ്ങുമ്പോൾ പറയാമെന്ന്, അതെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴും അനുമോള് മിണ്ടാതിരിക്കുകയാണ്. പിന്നീട് അനുമോളും ശൈത്യയും തമ്മിൽ ഒരുപാട് വാക്ക് തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. ശൈത്യ ഒരുപാട് തവണ അനുമോളോട് ചോദിക്കുന്നുണ്ട്, നീ റീസൺ പറ എന്ന്. പക്ഷേ അപ്പോഴും അനുമോള് വേറെ മറുപടിയാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് അനുമോള് പറയുന്നത്, നീ അക്ബറിൻ്റെ ടീമിലേക്ക് പോയപ്പോഴാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങിയത്, ഞാൻ അതുവരെ നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടത് എന്നൊക്കെ പറയുന്നു. ഉടനെ ശൈത്യ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയാനുള്ള റീസൺ എന്താണ് അതെനിക്കറിയണം, അതെനിക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ, പുറത്ത് എനിക്കൊരു ജീവിതമുള്ളതാണെന്നൊക്കെ ശൈത്യ പറയുന്നു. ഉടനെ അനുമോള് പറയുന്നത്, പുറത്തിറങ്ങിയിട്ട് ഞാൻ അത് പറയാം എന്നും പറഞ്ഞ് അനുമോള് അവരുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ഉടനെ ആദില പറയുന്നുണ്ട്, അനുമോളെ എഴുന്നേറ്റ് പോവാതെ നീ റീസൺ പറയാമെന്ന്. ഉടനെ അനുമോള് പറയുന്നു, നീ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാനും ശൈത്യയും തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തോളാം എന്ന്. അപ്പോഴും ശൈത്യ പറയുന്നുണ്ട്, അനുമോളെ നീ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്, നീ ഇവിടെ പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, എനിക്ക് പുറത്തൊരു ജീവിതമുള്ളതാണ്, മര്യാദയ്ക്ക് നീ ഒരു റീസൺ പറ, നിനക്ക് പറയാൻ റീസൺ ഒന്നുമില്ല, അതാണ് നീ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നതെന്നൊക്കെ പറഞ്ഞ് ശൈത്യ നല്ല രീതിയിൽ അനുമോളോട് ചൂടാവുന്നുണ്ട്. പക്ഷേ അനുമോള് ഇവർ സംസാരിക്കുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.